വ്യാപാര കാര്യങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയാണ്. ഇന്ത്യൻ നിർമ്മിത സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി നടത്തുമ്പോൾ 25% നികുതി. അതുകൂടാതെ ഏർപ്പെടുത്തിയ പകരച്ചുങ്കവും ഇന്ത്യക്ക് വലിയ ബാധ്യതയാണ്. റഷ്യയുമായി വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കം പ്രാബല്യത്തിൽ വരാൻ ഒരു ദിവസം ബാക്കി നിൽക്കെയാണ് ഈ നടപടി. പകരച്ചുങ്കം എത്രയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യയുടെ വ്യാപാര നയങ്ങൾ അതികഠിനമാണെന്ന് ട്രംപ് നേരത്തെ പറയുന്നതാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ നികുതി വർദ്ധിപ്പിക്കുമ്പോൾ അതിന് കാരണം മറ്റൊന്നുകൂടിയാണ്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് റഷ്യക്ക് താക്കീത് നൽകുന്ന സമയത്ത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതും ആയുധങ്ങൾ വാങ്ങുന്നതും ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ സുഹൃത്താണെന്നത് ശരിയാണ്, പക്ഷേ ഇരു രാജ്യങ്ങളും വർഷങ്ങളായി നടത്തുന്ന കച്ചവടം വളരെ കുറവാണെന്ന് ട്രംപ് പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തീരുവയാണ് ഇന്ത്യ ചുമത്തുന്നതെന്നും ട്രംപ് വിമർശിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പ്രധാനമായി കയറ്റുമതി നടത്തുന്നത് രത്നങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും സമുദ്രോൽപ്പന്നങ്ങളും ലോഹങ്ങളുമൊക്കെയാണ്. 2023 മുതൽ 2024 വരെ US-ലേക്ക് ഇന്ത്യ നടത്തിയ കയറ്റുമതി 17.90%. ഇന്ത്യക്ക് പകരച്ചുങ്കവും കയറ്റുമതി ചുങ്കവും വർദ്ധിപ്പിച്ചാൽ ഇന്ത്യയേക്കാൾ കുറഞ്ഞ ചുങ്കമുള്ള ഇന്തോനേഷ്യയും വിയറ്റ്നാമും പോലെയുള്ള രാജ്യങ്ങൾ വിപണിയിൽ ലാഭം കൊയ്യും. നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നരേന്ദ്രമോദിയും ട്രംപും ചർച്ചകൾ നേരത്തെ നടത്തിയിരുന്നെങ്കിലും എവിടെയും എത്തിയില്ല. ഇരു രാജ്യങ്ങളും നല്ല ബന്ധമാണെന്ന് പറയുമ്പോഴും നികുതിയുടെ കാര്യത്തിലെ അഭിപ്രായ ഭിന്നത ഇന്ത്യക്ക് ഭാവിയിൽ വലിയ ബാധ്യതയാവും.